എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി. ഹായ്, നമസ്കാരം. ഞാനും സത്യഭാമ എന്ന സ്ത്രീയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് ആൾക്കാർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര തരം താഴ്ന്ന രീതിയിലാണ് സംസാരിച്ചോ. ആ തറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെ മനുഷ്യന്മാർക്ക് സംസാരിക്കാൻ പറ്റുന്ന എനിക്ക് സത്യത്തില് ആ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എടാ, ഞാനിപ്പോ ഒരു സെലിബ്രിറ്റിയാണ്, പിന്നെ അതിന്റെ ഒരു ലെവലൊക്കെ ഞാൻ കാണിക്കണ്ടേ? ഇങ്ങനെയും തരം താഴ്ന്ന് സംസാരിക്കാന്നുള്ളത് എനിക്കതുപോലെ സംസാരിക്കാൻ അറിയാനിട്ടല്ല. എന്റെ വീട്ടുകാരൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് സംസാരിക്കാണ്ടിരുന്നത്. ഒരു നേരം പോക്ക് വേണം, ടൈം പാസ്. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം അവള് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. മുടിയുണ്ടെന്ന്. ഇത് വെപ്പ് മുടിയാണ്, നിനക്ക് അറിഞ്ഞൂടായിരുന്നു. ഒരല്പം മട്ടുണ്ടല്ലേ നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോന്താണ് എന്റെ. എന്തൊരു ചൈതന്യം. നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? തേങ്ങ പൊതിച്ച ജാതി ഒരു മോന്തായിട്ട് വന്ന് നിന്നോളൂ. സൗന്ദര്യമൊന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന് ഞരങ്ങുവാ കേട്ടാ. നീ പോയതുപോലെ ഇനി പോന്നല്ല ബിഗ് ബോസിൽ. നീയാണോ വലിയ സുന്ദരി? സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. ഇത് നിന്റെ ഡയറി കുറിച്ച് വെച്ചു, ആവശ്യം വരും. നീ എന്റെ സൗന്ദര്യത്തിനെ പറയാ. നീ ആരാടി? എന്താ അണ്ണാക്കിലൊന്നും പോയ? 68 വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാ പോരെ? നീ എന്റെ പ്രായം ആവില്ല. അതിനു മുമ്പ് നീ ചുമരില് തൂങ്ങും മാലയിട്ട്. കേട്ടാ, എന്നെ ഒന്നും പറയാറായിട്ടില്ല കേട്ടാ. കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ, അപ്പ കാണും മാർക്ക്. എന്റെ മോന് 44 വയസ്സുണ്ട്. നിനക്ക് എത്ര വയസ്സായി? നിന്റെ പ്രായത്തിനൊത്ത് നീ കളിക്കും. വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ എന്താ 2 സെക്കൻഡ് പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞ്? കുറച്ചൊരു 10-20 മിനിറ്റ് ആകുന്ന എന്നെ കുറിച്ച് പറയാത്ത എന്തായിരുന്നു? ഞാൻ സംസാരിക്കണ നീ കേട്ടാ. എനിക്ക് സംസാരിക്കാറില്ലേ? ഒരു പ്രത്യേക ജീവിതല്ലേ വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. നിനക്ക് എത്ര സമയം സംസാരിക്കണം ഞാൻ നിന്നെ കുറിച്ചല്ല ഏത് സബ്ജക്റ്റും സത്യഭാമ അസലായിട്ട് സംസാരിക്കും. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. സ്റ്റേജിൽ കയറി നിന്നിട്ട് എന്താണ് സബ്ജക്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ വെച്ചനത്തി കിട്ടുന്ന ആളാ. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടം പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല കേട്ടാ. അതിന് പ്രത്യേക കോച്ചിങ് ഒന്നും വേണ്ട. സാമാന്യം ബോധം മതി. അത് നീ ആദ്യം പോയി പഠിക്കും. അപ്പൊ അഭിനയല്ലേ, ശരിക്കും പട്ടാണല്ലേ. ഇനി എന്നാണമേ നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടാവുന്നു? നീ എന്നെ പറയാറായിട്ടില്ല കേട്ടല്ലടി. ഒരുത്തിയെ ഞാൻ കുറെ ദിവസം മുമ്പ് കൊടുത്തു. അത് പുതിയ സംഭവം ഒന്നും അല്ലല്ലോ. ഒരു സീരിയൽ നടി. അവൾ ഏതൊക്കെയാ യൂട്യൂബിൽ കിടന്ന് തുള്ളണ ഒരുത്തി. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. കേരളക്കാരെ മൊത്തം എന്റെ കൂടെയാ. എല്ലാ കേരളക്കാരെയും എന്റെ കൂടെയുണ്ട്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? കേരളക്കാരെ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. എനിക്ക് ഇഷ്ടം പോലെ സപ്പോർട്ട് ഉണ്ട്. കോമാളി എന്നും കോമാളിയാണെന്നുള്ള സത്യം നീ മറക്കരുത്. മനസ്സിലായില്ല? നീ എന്നെ പറയാറായിട്ടില്ല. ഈ ലോറി കയറി ഇറങ്ങിയ മോന്തയാണ് നിന്റെ. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. ഇത് വവ്വാല് ചപ്പിയതല്ലേ? ഇതൊക്കെ ഒറിജിനലാ കേട്ടാ. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ ബോധമില്ലാത്ത സ്ത്രീ. നീ മുടിയുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടെ എന്താടി? നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കട്ടാ. മേൽ ഇതിനകത്ത് കാലൂത്ത നിന്റെ 2 കാര്യം തല്ലുപിടിക്കും. സൂപ്പർ ഫൈറ്റ് കണ്ടില്ലേ? ഹാപ്പി അല്ലേ? ഗുഡ്.